ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മത്സര രീതികൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണല്ലോ അല്ലേ സ്പെയിനിൻ്റെയും അർജൻറ്റീനയുടെയും സൂപ്പർ താരം ലാമിൻ യമാൽ. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ബാലൻ ഗ്രൗണ്ടിൽ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതപ്പെടുകയാണ്. പല മുൻ താരങ്ങളെയും അവർ വന്നിട്ടുള്ള സമയങ്ങൾ നമ്മൾ ഓർമ്മിക്കുകയാണ്. നമ്മളെ മെസ്സി പോലെ അങ്ങനെ കരിയറിലേക്ക് കാലെടുത്ത് വെച്ച് തുടങ്ങുന്നത് മുതൽ ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് താരങ്ങൾ മുന്നേ ഓരോ ടീമുകളിലും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിഭയാണ് ഇപ്പോൾ നിലവിൽ 17-കാരൻ ലാമിൻ യമാൽ. കാരണം അദ്ദേഹം സ്പെയിനിലാണെന്നുണ്ടെങ്കിലും ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കത്തുന്ന ഫോമിലാണ് നിലവിലുള്ളത്. സ്പെയിനിന് വേണ്ടിയിട്ട് ഇപ്പോൾ യൂറോ കപ്പ് നേടുന്നതിൽ പങ്കാളിയായി. അതുപോലെ ബാഴ്സലോണയുടെ കുതിപ്പിന് നിലവിലുള്ള ബാഴ്സലോണയുടെ പെർഫോമൻസ് നമുക്കറിയാം. അവരുടെ ഒരു കുതിപ്പിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച് ഗോൾ നേട്ടങ്ങളിലും അസിസ്റ്റുകളുടെ കാര്യത്തിലും ടീമിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളുടെ കാര്യത്തിലൊക്കെ ഇപ്പോൾ നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട്. പല താരങ്ങളും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടെയുള്ള പല താരങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. യമാൽ നല്ല ഒരു താരമാണ്. തുടരുന്ന ഈ ഒരു ഫോം തുടരുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു സൂപ്പർ താരമാകും എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പല താരങ്ങളും വന്ന് പറഞ്ഞു. ഇപ്പോൾ ഈയിടെ നമ്മളെ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം റൂഡിഗർ വന്നുങ്ങാണ്ട് ഇപ്പോൾ യമാലിനെ കുറിച്ചങ്ങാണ്ട് പറഞ്ഞത്. യമാൽ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും പേടിപ്പെടുത്തുന്നതാണ്. തീർച്ചയായും കരിയറിൽ നല്ല ആരോഗ്യത്തോട് കൂടിങ്ങാണ്ട് ഇരുന്നാൽ അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ സ്റ്റാർ റൂഡിഗർ വന്നുങ്ങാണ്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം റയൽ ബാഴ്സ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ രണ്ട് ടീമും തമ്മിലുള്ളൊരു അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ യമാൽ കളിക്കുന്ന ബാഴ്സയിലാണ് എങ്കിലും അദ്ദേഹം ഓപ്പോസിറ്റ് ടീമിൻ്റെ ഒരു പ്ലെയറെ കുറിച്ചും കൊണ്ട് വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ യമാലിൻ്റെ ലെവൽ അതുവരെ എത്തി എന്നുള്ളത് നമ്മളിതിന് മനസ്സിലാക്കുക അല്ലേ. ഏതായാലും സൂപ്പർ താരം മിന്നുന്ന ഫോമിലാണ്. ഈ ഒരു ഫോം കണ്ടിന്യൂ ചെയ്ത് ഞാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം സൂപ്പർ താരങ്ങൾ ഒരുപാട് ഇനി വരാനുണ്ട്. ഒരുപാട് കിലിയൻ എംബാപ്പെ, യമാൽ, വിനീഷ്യസ്, ഹാളണ്ട്, അതുപോലെ ഒരുപാട് താരങ്ങൾ കളത്തിൽ നിറഞ്ഞാടണം ഇനി. കാരണം നമ്മളെ റൊണാൾഡോ, മെസ്സി പോലുള്ള താരങ്ങളൊക്കെ കളം ഒഴിയുമ്പോൾ നമുക്കൊക്കെ ഫുട്ബോൾ ആസ്വദിക്കാൻ ഒരുപാട് താരങ്ങൾ കളത്തിലേക്ക് വരണം. നമുക്ക് ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ അത്രയും ഫേവറേറ്റ് ആണല്ലോ. ഏത് നട്ടപ്പാതിരാക്കാണെന്നുണ്ടെങ്കിലും ഏത് ജോലി തിരക്കിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഏതായാലും യമാലിനെ കുറിച്ച് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ഫ്യൂച്ചറിൽ യമാൽ എവിടം വരെ എത്തും, അദ്ദേഹത്തിൻ്റെ ലെവൽ എങ്ങനെയാക്കണം എന്നുള്ളത്.